ആ മാഷ് കുറച്ച് വെള്ളം കൊടുത്തു. അച്ഛനും ഞാനും വന്നിട്ട് ചേച്ചി എന്താ കണ്ടഭാവം നടിക്കാത്ത? ചേച്ചിക്ക് ഞങ്ങളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഏയ്, എനിക്കെന്ത് ദേഷ്യം? എനിക്ക് ഇന്ന് തന്നെ തയ്ച്ചു കൊടുക്കേണ്ട ഡ്രസ്സുകളാ ചീരു ഇത്. പട്ടിണിയില്ലാതെ ജീവിച്ചു പോണല്ലോ. സരോജിനി, ചീരുവിനും കുറച്ച് വെള്ളം കൊടുക്ക്. ശരി. നല്ല വിശപ്പും ദാഹവും ഒക്കെ കാണും. കൊടുക്ക. ദാ മോളെ വെള്ളം കുടിക്ക്. വിശക്കുന്നുണ്ടെങ്കിൽ കഴിക്കാൻ ഉടനെ എടുത്തു വെക്കാം. തൽക്കാലം വെള്ളം മതി ആന്റി. വേറൊന്നും ഇപ്പൊ ഇറങ്ങില്ല. അമ്പിളി ചേച്ചി മൈൻഡ് ചെയ്യാത്തത് കൊണ്ടാണെങ്കിൽ കഴിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഈ വീട്ടിലിപ്പോ രണ്ടടുക്കളയാ. അമ്പിളി ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട ചീരു ചേച്ചി. എന്തൊക്കെയാ ഇവിളി പറയുന്നത്? ഈ വീട്ടില് രണ്ട് വെപ്പോ? അതിന് അച്ഛനും രഘുവേട്ടനും അമ്പിളി ചേച്ചി മാത്രല്ലേ ഇവിടെ ഉള്ളൂ? ഇപ്പൊ നിങ്ങളും കൂടി ഇല്ലേ? എല്ലാവരെയും കൂടി കാര്യം നോക്കാൻ അമ്പിളിക്ക് ഇനി പറ്റില്ല. അവൾക്ക് അവളുടെ കാര്യം കൂടി നോക്കണ്ടേ? അതുകൊണ്ട് അവരൊരു പ്രത്യേക കുടുംബമായി കഴിയട്ടെന്ന് ഞാൻ തന്നെയാ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനി സരോജിനിയോട് പറഞ്ഞാൽ മതി. സരോജിനി, ചീരുവിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവള് പ്രസവത്തിന് വേണ്ടി സ്വന്തം വീട്ടിലേക്ക് വന്നതാണെന്ന് മാത്രം കരുതിയാൽ മതി. ഓ, ഞാൻ നോക്കിക്കോളാം മാഷ്. അമ്പിളി ചേച്ചി, എന്താ ഇതൊക്കെ? ചേച്ചിക്ക് ഇങ്ങനെ മാറാൻ പറ്റുമെന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാനും വിചാരിച്ചതല്ല ചീരു എനിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുമെന്ന്. പക്ഷെ ആയി കഴിഞ്ഞപ്പോ ഇതൊക്കെ കുറച്ച് നേരത്തെ ആവായിരുന്നു എന്ന് തോന്നുക. വേറൊരു കാര്യം കൂടി പറയാം. ദയം കൂടി കേൾക്കാനാ. ഇനി മുതൽ ഈ വീടിന്റെ പാതി അവകാശം അമ്പിളിക്കാം. ബാക്കി പാതി അവകാശം മാത്രമേ അച്ഛനും 4 മക്കൾക്കും കൂടി ഉള്ളൂ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനി നിങ്ങളിവിടെ ജീവിക്കാൻ. അതെങ്ങനെ ശരിയാവും? അച്ഛന്റെ സ്വത്തിന് എല്ലാവർക്കും ഒരുപോലെ അവകാശമില്ലേ? അപ്പോ നീ എന്നോട് അവകാശം ചോദിക്കാൻ വന്നാണോ? ദേ, ഞാനേ അമ്പിളിക്ക് കൊടുത്ത വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. അതിന്റെ പേരിൽ നിങ്ങളൊക്കെ കൂടി എന്നെ വെറുക്കുകയാണെങ്കിൽ വെറുത്തോളൂ. ഇനി അതല്ല, അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വരെ വഴക്കും കൂട്ടും ഒന്നുമില്ലാതെ ഇവിടെ ഒത്തുപോകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. അച്ഛന്റെ മനസ്സിപ്പോ എന്തും ഉൾക്കൊള്ളാൻ പാകപ്പെട്ടിരിക്കുക. ഓഹോ, കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തിച്ചു അല്ലേ? വന്നപ്പോഴേ എനിക്ക് തോന്നി ഇവിടെ എന്തോ കളി നടന്നിട്ടുണ്ടെന്ന്. പക്ഷെ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല അമ്പിളി ചേച്ചി. ചീര ചേച്ചിക്ക് ഇതിനെതിരെ ഒന്നും പറയാനില്ലേ? എന്തിനെതിരെ? ഞാൻ ഇതുവരെ നമ്മുടെ അച്ഛനെ അനുസരിച്ചിട്ടേ ഉള്ളൂ. അത് ഇനി അങ്ങനെ തന്നെയായിരിക്കും. ചീര ചേച്ചി